മെറ്റഡോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാത്താന്യ ഭരണത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭൂമിയുടെ മേലെ, ഭൂവാസികളുടെ മേലെ, സാത്താൻ്റെ മേലെ ദൈവം അയക്കുന്ന കോപ കലശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചത്. ആദ്യം നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അവന് നമ്മളെ വന്ന് വഞ്ചിക്കുന്ന ഒരു സാത്താൻ എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ വെള്ളക്കുതിരയുടെ മേളിലേക്ക് വന്ന് ഫോഷ്ക്ക് പറഞ്ഞ് നമ്മളെല്ലാം വശീകരിക്കുന്ന ഒരു സാത്താൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഈ ചിന്താഗതിയിൽ ലോകം ഇരിക്കുമ്പോൾ ആര് വന്നാലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു കോമൺ പോയിൻ്റ് കൊണ്ടുവരും. ലോകത്തിന് സമാധാനം, മനുഷ്യർക്ക് നന്മ. ഇത് പറയുമ്പോൾ ആരാ വീഴാത്ത? എല്ലാവരും വീഴും, അതിനകത്ത് വീഴും. അന്നേരം എല്ലാവരെയും, ലോകത്തിലുള്ള മുഴുവൻ റിലിജിനെയും അവൻ കൊണ്ടുവരും. കടലിൽ നിന്ന് കയറി വരുന്ന പൊളിറ്റിക്കൽ ലീഡറും അതുപോലെ കരയിൽ നിന്ന് വരുന്ന റിലീജിയസ് ലീഡറും, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള തൃത്വം, മഹാസർപ്പം ആയിട്ടുള്ള പിശാച്, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് മനുഷ്യനെ തെറ്റിച്ച് അവർ സമാധാനം പറഞ്ഞ് കൊണ്ടുവരും എന്ന് കാണും. അതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തെ മുദ്ര നമ്മളിവിടെ കാണുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തൊട്ട് വായിക്കും. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്ന മനുഷ്യനെ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അവന് വലിയ വാള് കിട്ടി. നേരത്തെ സാത്താനുള്ള അധികാരത്തെക്കുറിച്ച് പറഞ്ഞൊരു പോയിൻ്റാണിത്. സമാധാനം എടുത്തു കളയുന്നവനാണ്. അതിനു വേണ്ടിയുള്ളൊരു അവനൊരു വലിയ വാള് കിട്ടി. ഇവിടെ കാണിക്കുന്ന ചുമന്ന കുതിര എന്ന് കാണിക്കുന്ന യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. സമാധാനം എടുത്തു കളയുന്നു എന്നുള്ളത്. നമ്മൾ പഴയ നിയമത്തിലും യേശുക്രിസ്തു പറഞ്ഞതായിട്ടുള്ള ചില റെഫറൻസുകൾ നമ്മൾ ഇതുമായിട്ട് ചേർന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മളൊരു സീരിയസ് സ്റ്റഡിയാണ് ഇത് കാണുന്നത്. എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ, നമ്മളാരും തന്നെ ഈ സമയത്ത് എവൻ്റെ കൂടെ ഉണ്ടാകരുത്, പിശാചിൻ്റെ സമയത്ത് ഉണ്ടാകരുത്. അവൻ വരാറായി, അധികം നാളില്ല. കാരണം അതിൻ്റെ പോക്ക് എങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സാഹചര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞാണല്ലോ. മത്തായി 24:6 യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. അത് സംഭവിക്കേണ്ടത് തന്നെ. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, സമാധാനമില്ല, യുദ്ധം കൊണ്ടുവരുന്നു. യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഞാൻ മിസ്രൈമ്യരോട് കലഹിപ്പിക്കും. അവൻ ഓരോരുത്തരും തൻ്റെ സഹോദരനോടും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും രാജ്യത്തോടും യുദ്ധം ചെയ്യും. അന്യോന്യം കൊല്ലുന്ന ഒരു സംഭവം. ഇത് പ്രവാചകൻ യെശയ്യാ പ്രവചനം പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ നോക്കിയ ഇന്ന് IS ടെററിസം ധാരാളമായി വർദ്ധിച്ചു. പ്രത്യേകിച്ച് അറബ് കൺട്രീസിലൊക്കെ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പാകിസ്ഥാൻ, ഇവിടെയൊക്കെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കണ്ടമാനം കൂടിയിട്ടില്ലേ? ഭീകരവാദികൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അവർ എന്താണ് ചെയ്യുന്നത്? അന്യോന്യം തൻ്റെ കൂട്ടുകാരനെയും പട്ടണത്തോടും യുദ്ധം ചെയ്യുന്ന അനുഭവം. എത്ര പേരാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ടെററിസ്റ്റ് ആക്ടിവിറ്റി കൊണ്ട് പുറത്താകുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ തന്നെ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ഡിക്ലെയർ ചെയ്ത് ഹമാസ് വാർ ഗാസയിൽ എഗൻസ്റ്റായിട്ട് നടക്കുന്നത്, അങ്ങനൊരു ചൊല്ലുണ്ട്. അതിൻ്റെ സത്യം എത്രയാണെന്ന് എനിക്കറിയത്തില്ല. IS പോലുള്ള ടെററിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണെന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയിലേക്ക് ലോകമായിത്തീരുന്നു എന്നാണ്. അതിൻ്റെ നിഴലായിട്ടാണ് നമ്മളിപ്പോൾ ഈ യുദ്ധങ്ങളെ കാണുന്നത്. ദാനിയേലിൻ്റെ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ, പിന്നെ അന്ത്യകാലത്തെ തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് നിൽക്കും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവരോടും വളരെ കപ്പലുകളോടും കൂടി ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നേരെ വരും. അവൻ ദേശങ്ങളിൽ വന്ന് കവിഞ്ഞ് കടന്നു പോകും. അത് താഴോട്ടെല്ലാം അവൻ്റെ ദേശങ്ങളെ നേരെ കൈ നീട്ടും. മിസ്രൈം ദേശം ഒഴിഞ്ഞു പോകുകയില്ല. അതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്, യുദ്ധം, മഹാക്രോധത്തോടുള്ള യുദ്ധം. കിഴക്ക് നിന്നും വടക്ക് നിന്നുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണകാലത്ത്
തെക്കേ ദേശം എന്ന് പറയുന്ന ഈജിപ്തും സൗദി അറേബ്യയും ഇവർ തെക്കേ ദേശത്ത് നിന്ന് യുദ്ധം ചെയ്യും എന്ന് പ്രത്യേകം എടുത്തു പറയുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിനെല്ലാം കാരണം ഇതാണ്, ആൻറ്റി ക്രൈസ്റ്റാണ്. അപ്പോഴേ രണ്ടാമത്തെ സാത്താന്യ ഭരണത്തിലുള്ള നടപടിയിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത് യുദ്ധം ആണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നൊരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കും. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന 4 ജീവികളുടെ ഒരു ശബ്ദം കേട്ടു. 3-ാം മുദ്ര പൊട്ടിക്കുന്നു. അവിടെ കാണുന്നത് ക്ഷാമമാണ്. കറുത്ത കുതിര ക്ഷാമത്തെ കാണിക്കുന്നു. അവിടെ ക്ഷാമം വരുന്നതായിട്ട് കാണുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ക്ഷാമത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇവിടെ ത്രാസ് കൊണ്ട് അപ്പം തൂക്കി കൊടുക്കുന്നു. ഒരു പണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വേജ് കൊണ്ട് ഒരിടങ്ങഴി ഗോതമ്പ് ഒരു ദിവസത്തേക്ക് അവൻ്റെ വിശപ്പടക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. എന്നാൽ അത് ഗോതമ്പിന് വിലയുള്ളതാണ്. അതുകൊണ്ട് യവം വാങ്ങിച്ചാൽ യവം 3 പേരുടെ ഭക്ഷണത്തിനാവും. ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. അത് 3 പേരുടെ ഭക്ഷണം. ക്ഷാമം വലിയ രീതിയിൽ കാണുന്ന ഒരു സമയമായി തീരും. നമുക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും ജനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇവിടുന്ന് കുറച്ച് ചുരുക്കം ആളുകൾ മാത്രമേ ഇവിടുന്ന് എടുക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വർദ്ധിച്ചു വരികയാണ്. അന്തിക്രിസ്തുവിനോട് കൂറു പുലർത്തി നിൽക്കുന്ന മാത്രമേ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഇവിടെ ക്ഷാമം വന്നിരിക്കുകയാണ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അത് എണ്ണയും വീഞ്ഞും എന്തിനാണ്? അത് സാധാരണ റിച്ചായിട്ടുള്ളവരുടെ ഭക്ഷണമാണ്. എണ്ണയും വീഞ്ഞും അതിന് കേടുവരുത്തരുത്. അന്തിക്രിസ്തുവിനോട് കൂറ് പുലർത്തി നിൽക്കുന്നവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സപ്ലൈസും ഉണ്ട്. അല്ലാതെ അതിന് എതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഭക്ഷണം പോലും ഇല്ല. അവൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 2-3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കൃഷി കുറയുന്നു, ചൂട് കണ്ടമാനം വർദ്ധിക്കുന്നു, യുദ്ധം നടക്കുകയാണ്. ആളുകളെ കൂടുതലായിട്ട് യുദ്ധക്കളങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് കൃഷി ചെയ്യാൻ ആളില്ല. ചൂട് വർദ്ധിക്കുന്നു, അതുപോലെ കൃഷി ചെയ്യുന്നില്ല, ക്ഷാമം വർദ്ധിക്കുന്നു, പോപ്പുലേഷൻ എക്സ്പ്ലോഡ് ചെയ്യുന്നു. 10 വർഷം കൊണ്ട് 100 കോടി ജനങ്ങൾ ഇൻക്രീസ് ചെയ്തെങ്കിൽ അതുപോലെ ജോമെട്രിക് പ്രോഗ്രഷനിൽ ജനങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴേ ഇവിടെ ക്ഷാമം കാര്യമായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ഷാമം പോലെ തന്നെയാണ് അതിൻ്റെ വേറൊരു ആംഗിളാണ് കോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റീസിൻ്റെ വില വർദ്ധിക്കും. ആളുടെ പർച്ചേസിങ് പവർ ഇല്ലാതെ പോകും. ആൾക്ക് പൈസ ഇല്ല, വാങ്ങാനായിട്ട് കാശില്ല. ഇൻകം ഉണ്ടെങ്കിലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. ഇൻകം കുറയുമ്പോഴേ ആൾക്ക് പർച്ചേസിങ് പവർ ഇല്ലാതെ വരുന്നു എന്നും കാണുന്നു. അതാണ് 3-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴേ ഉണ്ടാവുന്ന കാര്യം. 3-ാമത്തെ കാര്യം ക്ഷാമമാണ്. സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട് ക്ഷാമം ഇവിടെ ഉണ്ടാകും എന്ന്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ 4-ാമത്തെ ആക്ഷൻ കാണാം. 4-ാമത്തെ മുദ്ര പൊട്ടിച്ചു. അപ്പോഴും മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടരുന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. 4-ാം മുദ്ര ക്ലോറോസ് എന്ന് പറയുന്നൊരു വേർഡാണ്. അവിടെ പെയിൽ യെല്ലോ, മഞ്ഞയും പച്ചയും നിറഞ്ഞ കളർ. അതൊരു ശരിക്കും അതൊരു രോഗമായിട്ട് അല്ലെങ്കിൽ ഒരു അസുഖമായി അല്ലെങ്കിൽ ആളുകൾക്കൊരു പകർച്ചവ്യാധി പോലെ വരുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് വാള്, ക്ഷാമം, മഹാവ്യാധി, കാട്ടുമൃഗം, ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഈ മഹാവ്യാധിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ 2-3 വർഷം കൊണ്ട് കണ്ടതാണ് മഹാവ്യാധി ലോകമൊക്കെയും വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും വന്നുകൂടായികയില്ല. കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക പറയുന്നുണ്ട് ബേർഡ് ഫ്ലൂ അവിടെ വന്ന കൊറോണയ്ക്കായും ശക്തിയുള്ള
വൈറസാണ്, അത് ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഒരു വാണിംഗ് അവർ തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ കയ്യിൽ കെമിക്കൽ വെപ്പൺസ് ധാരാളമായിട്ടുണ്ട്. ഈ കെമിക്കൽ വെപ്പൺസിനകത്ത് ഈ ക്ലോറോസ് എന്ന് പറഞ്ഞൊരു വേർഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പെയിലല്ലോ. അത് ഈ ക്ലോറിനുമായിട്ട് ലിങ്ക് ചെയ്തൊരു കെമിക്കൽ വെപ്പണാണ്. എല്ലാ കെമിക്കൽ വെപ്പണും ക്ലോറിനുമായിട്ട് ലിങ്ക് ചെയ്ത് അത് ഡിസ്ട്രക്റ്റീവ് നേച്ചറുണ്ട്. അതിൽ ഇന്ന് അനേകം ടൺസ് ഓരോ രാഷ്ട്രങ്ങൾ കെമിക്കൽ വെപ്പൺ സൂക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഡിസ്ട്രക്റ്റീവ് നേച്ചറാണ്, മനുഷ്യനെ നശിപ്പിച്ച് കളയും. മഹാവ്യാധി പോലെ തന്നെ കെമിക്കൽ വെപ്പൺസും മനുഷ്യന് ഈ സമയത്ത് പ്രയോഗിക്കാനുള്ള സാധ്യതകൾ 4-ാം മുദ്രയിൽ കാണുന്നു. അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ കാര്യം. ഇപ്പോൾ കേരളത്തിൻ്റെ അന്തരീക്ഷം എടുത്താൽ അറിയാമല്ലോ, എല്ലാ ദിവസവും ഇപ്പോൾ 1-2 പേരെ കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുന്ന കേരളത്തിൽ മുഴുവനുണ്ട്. നിസ്സാരമായിട്ടുള്ള കാട്ടുമൃഗങ്ങൾ, പണ്ടൊന്നും ഒരിക്കലും ഇല്ലാത്ത, എൻ്റെ ചെറുപ്പത്തിലെ പോലും ഇതുപോലെ കാട്ടുമൃഗങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടില്ല. ചൂടുകൊണ്ട് വെള്ളം കുടിക്കാനും ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുമാണെന്നാണ് പറയുന്നത്. എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കരടി, പുലി, അതുപോലെ പന്നി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആന, ഇതെല്ലാം ഇപ്പം ഏകദേശം ടൗണുകളിലായിട്ടുണ്ട് എന്നുള്ള. വയനാട്ടിലൊക്കെ രാത്രി 7 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് ഇപ്പോൾ ആരും റോഡിലോട്ട് പോലും ഇറങ്ങാതെ പേടിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വരുന്നു. കാട്ടുമൃഗങ്ങൾക്ക് മനുഷ്യനെ തിന്നുകളവാനായിട്ട് അധികാരം ലഭിക്കുന്ന ഒരു കാര്യം. അതിന് അങ്ങനെ ഉണ്ടായിക്കൂടെ? ഇപ്പം തന്നെ നമുക്കത് കാണാൻ തുടങ്ങിയല്ലോ. അതിന് അങ്ങനെ ഒരു സാഹചര്യം വരും. കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ മനുഷ്യനെ കൊന്നുകളയാനുള്ളൊരു അധികാരം വരും. മൃഗങ്ങൾക്കും അധികാരം കൊടുക്കുന്നതായിട്ട് കാണുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഈ സമയത്തൊക്കെ അനേകം പാപികൾ മരിച്ച് പാതാളത്തിലേക്ക് പോകുന്നു എന്ന് കാണുന്നു. പാതാളത്തിലേക്ക് പോവുകയും പാതാളം അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് കർത്താവിനെ അറിയാത്തവർക്ക് വരുന്ന വലിയൊരു നാശമാണ്. അതാണ് നാലാമത്തെ ഒരു മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ കാണുന്നത്. അതൊരു വലിയ ആക്ഷനായിട്ട് നമ്മളെ കാണും. യേശുക്രിസ്തു മത്തായി 24:7 പറഞ്ഞിരിക്കുന്ന വാക്യം ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാവും, എങ്കിലും ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. ശരിക്കും ഈ മഹാവ്യാധിയും ഇങ്ങനെയുള്ള ക്ഷാമവും ഭൂകമ്പവും വാളും കാട്ടുമൃഗങ്ങളുടെ ആക്രമണവും ഈ സമയങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകും. എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്? അനേകം ആളുകൾ മരിക്കും. ലോകത്തിലെ പോപ്പുലേഷൻ അതനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അനേകം ആളുകൾ മരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഈ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്നെ വിളിച്ച് പറയായിരുന്നു, ഈ പീഡന കാലഘട്ടമൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സഭ ഇപ്പോഴും ഇവിടെ ഉണ്ട്. പീഡന കാലഘട്ടം എന്താ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത്, എനിക്കാണ് ഒരുപാട് കഷ്ടപ്പാട്, എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരിക, എൻ്റെ വീട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ വരിക, ഒരുപാട് പ്രയാസങ്ങൾ കൂടി കടന്നു പോവുകയാണ്. അതിൽ ഞാനൊരു ദൈവവൈതലല്ലേ, എനിക്കിതൊക്കെ എന്താ വരുന്നത്? അന്നേരം ഞാനൊരു പീഡനത്തിൽ കൂടി കടന്നു പോവുകയല്ലേ, ഞാൻ സഭ അന്നേരം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന, അന്നേരം ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടും അന്നേരം ഈ പീഡനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ പീഡനകാലത്തിൽ കൂടി എല്ലാ വിശുദ്ധന്മാരും കടന്നു പോകണം എന്ന് അദ്ദേഹം പറയുകയാണ്. ശരിക്കും ബിബ്ലിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേർപാടുകളുണ്ട്, ദുഃഖമുണ്ട്, ഇതെല്ലാം ഉണ്ട് മനുഷ്യർക്ക്. അതെല്ലാം നമ്മൾ ഇതൊരു പീഡനകാലമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അതുപോലെ പീഡനം ഉണ്ടാവണമെന്നില്ല. എന്നാൽ അവിടെയൊക്കെ നമ്മൾ ജയമെടുക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ആവശ്യം. പിശാച് കൊണ്ടുവരുന്ന പലതായിട്ടുള്ള പീഡനങ്ങൾ നമുക്കുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ജയമെടുക്കണം. യേശുക്രിസ്തു അതിനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്? ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതിയെ നമുക്ക് ഒഴിച്ചു വിടാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലെ അന്ത്യനാളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവൻ്റെ സന്നിധിയിലിരിക്കണം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഏത് രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കാര്യങ്ങളുണ്ട്, ചില ആളുകൾ പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു കാര്യമില്ല. പിന്നെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോലും പോവുകയില്ല. അവിടെ ആവശ്യം നടത്തിയെടുക്കുക എന്നുള്ള ഈ ലോകത്തിലുള്ള ഒരു ശുശ്രൂഷയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ലോകത്തിലുള്ളൊരു ജീവിതമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്.
അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ നിത്യതയിലുള്ള ജീവിതമാണ്, അതിനെയാണ് നോക്കി പാർക്കേണ്ടത്. ഈ ലോകത്തിൽ 70, 80, 90, 100 വയസ്സ് വരെ ജീവിച്ചേക്കാം, അതൊക്കെ ടെമ്പററിയാണ്. എന്നാൽ നിത്യത എന്ന് പറഞ്ഞാൽ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ചിന്ത നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴേ ഈ ബാക്കിയുള്ള ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകുന്നതായിട്ട് കാണാം. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു നമ്മുടെ സകല കഷ്ടങ്ങളും ഏറ്റെടുത്തത്, കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന്. എന്തിനാണ് അവൻ ദരിദ്രനായി തീർന്നത്? നമ്മളെ സമ്പന്നനാക്കാനായിട്ടാണ്. നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ് കർത്താവ് ദരിദ്രനായത്. ഏത് രീതിയിലാണ് സമ്പന്നത വരുന്നത്? നമ്മുടെ ആത്മാവിലുള്ള മാത്രമുള്ള സമ്പന്നതയല്ല, നമ്മുടെ മനസ്സിലുമുള്ള സമ്പന്നതയല്ല, നമ്മുടെ ശരീരത്തിലും ദൈവം സമ്പന്നത തരാനായിട്ട് ദൈവം കഴിവുള്ളവനാണ്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ആൻറ്റി ക്രൈസ്റ്റ് ഭരണത്തിന് കീഴിൽ ഒരിക്കലും നമ്മൾ ആവരുത്. നമുക്ക് ഈ പ്രയാസം ഇപ്പോൾ ഉണ്ടെങ്കിൽ, ദുഃഖങ്ങളുണ്ടെങ്കിൽ, ഇതിൽ നിന്നൊക്കെ ദൈവം നമുക്ക് അൾട്ടിമേറ്റായിട്ടൊരു വിടുതൽ തരും. അത് മാത്രവുമല്ല, നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്തി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുമോ? നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം വിലയുണ്ട്. കാരണം യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അവനൊരു മീഡിയേറ്ററാണ്, മധ്യസ്ഥനാണ്, അവൻ മഹാപുരോഹിതനാണ്. അവനോട് നമ്മൾ ചേർന്നിരിക്കുകയാണെങ്കിൽ അവനിൽ നിന്ന് വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മളേക്ക് ഒഴുകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഈ പെയിലല്ലോ ക്ലോറോസിസ്, മഞ്ഞയും പച്ചയും കലർന്ന നിറത്തിലുള്ള ലോകത്തിന് വരുന്ന വലിയ ഭീഷണിയിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. ഒരു ബാധയും നിനക്കടുക്കുകയില്ല എന്നുള്ള വലിയൊരു പ്രോമിസ് ദൈവം തന്നിട്ടുണ്ട്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുത്തേക്ക് വരികയില്ല. നിൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. പിതാവും പുത്ര പരിശുദ്ധാത്മാവും 2 ദൂതന്മാരും. 5 പേരുടെ സാന്നിധ്യമാണ് എപ്പോഴും ഒരു വിശ്വാസിയുടെ കൂടെ ഉള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുകയാണല്ലോ. ദൈവം എത്ര ഉത്കൃഷ്ടമായിട്ടാണ് നിങ്ങളെയും എന്നെയും സൂക്ഷിച്ചിരിക്കുന്നത് നമ്മൾ മറന്നു പോയത്. തീർച്ചയായും എൻ്റെ സമയം ഇന്ന് അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ 4 മുദ്രയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, 4 ആക്ഷൻ വന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു. അത് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ പുലർത്തുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതിൽ അകപ്പെടാതിരിപ്പാൻ, സാത്താൻ്റെ കെണികളിൽ അകപ്പെടാതിരിപ്പാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ, വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കണമേ. തീർച്ചയായും ദൈവം വലിയ അനുഗ്രഹങ്ങളെ തരുന്ന ദൈവമാണ്. ദൈവമായ കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴേ കർത്താവെ, ഭൂമിയുടെ മേലെ, ഭൂവാസികളുടെ മേലൊക്കെ ഉള്ള വരുന്ന വലിയ ബാധകൾ കർത്താവെ ഞങ്ങൾക്ക് മാർഗദർശിയായി നീ തന്നിരിക്കുന്നു. കർത്താവിനെ അറിയുവാൻ വേണ്ടി കർത്താവെ, ധാരാളം പാപികളും മരിച്ച് പാതാളത്തിലേക്ക് പോവും ഈ സമയങ്ങളിൽ. അതുകൊണ്ട് കർത്താവെ, അതിനു മുമ്പേ കർത്താവിനെ അറിഞ്ഞ് രക്ഷ പ്രാപിച്ചതിൻ്റെ കാന്തിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ടെമ്പററി ആയിട്ട് ചില പ്രയാസങ്ങളെ കർത്താവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയും കാണുകയും ചെയ്യുന്നവർക്കുണ്ട്. രോഗത്തിലിരിക്കുന്നവരുണ്ട്, കടഭാരത്തിലിരിക്കുന്നവരുണ്ട്, പ്രയാസങ്ങളിലിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കാതിരിക്കുന്നവരുണ്ട്, വേർപാട് ദുഃഖത്തിലിരിക്കുന്നവരുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങൾ സംസാരിക്കാതെ വിട്ടുപോയിരിക്കുന്നവരുണ്ട്, ഡൈവേഴ്സിലായിരിക്കുന്ന കുടുംബജീവിതങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ കൂടി രോഗങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, ഇവരൊക്കെ ഞങ്ങൾ കാണുന്നു, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ആശ്വാസം കൊടുക്കുന്ന ദൈവമാണ്. നീ ദരിദ്രനായ ദൈവം, ഞങ്ങളെ സമ്പന്നരാക്കാൻ എല്ലാ രീതിയിലും നീ സമ്പന്നരാക്കുന്ന ദൈവമാണ്. പ്രത്യേകിച്ച് കർത്താവെ, ഡൈവേഴ്സിലായിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ വീണ്ടും തിരികെ യൂണിറ്റിയിലേക്ക് വരുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവരെ പ്രേരിപ്പിക്കാനായിട്ട് അത് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചാകുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹയർ സ്റ്റഡീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചിലർ കർത്താവെ ഇൻറ്റിമേഷൻ ലെറ്ററിനായിട്ട് കാത്തിരിക്കുന്നു. ഈ ആഴ്ചയിൽ കർത്താവെ അവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിച്ച മനസ്സിലാഗ്രഹങ്ങളെ കർത്താവെ നീ അവർക്ക് കൊടുക്കുകയും ദൈവസന്നിധിയിൽ കൂടുതൽ ഈൽഡ് ചെയ്യപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങൾ അവരെ ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ ഒരിക്കലും മാറാത്ത രോഗത്തെ പോലെ സോറിയാസിസ് ഒക്കെ വന്നിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആയുർവേദം ഫലിച്ചില്ല, അലോപ്പതി ഫലിച്ചില്ല, ഹോമിയോ ഫലിച്ചില്ല, വീണ്ടും വീണ്ടും കർത്താവെ ദുരിതത്തിലിരിക്കുന്നല്ലോ, ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. കർത്താവെ, നീ വലിയൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ തന്നെ കർത്താവെ, ഒരു ക്രിയേറ്റീവായിട്ടുള്ള അത്ഭുതമായിട്ടുള്ളൊരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ അയക്കണമേ, സമാധാനം അയക്കണമേ. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, അനുഗ്രഹിച്ച ഓർത്ത് സ്തോത്രം. ഇന്ന് പ്രാർത്ഥിച്ച ഇത് കണ്ടവരെല്ലാം നീ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് ഇത് കിട്ടാനായിട്ട്. ഏതെങ്കിലും നിങ്ങൾ മിസ് ചെയ്ത് പോയെങ്കിൽ നിങ്ങളത് പ്രീവിയസ് സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ച് കാണണം. തുടരെയായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഈ സാത്താൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള വിവിധമായിട്ടുള്ള ആക്ഷൻസാണ്, സാത്താൻ്റെ ആക്ഷൻസാണ് പറയുന്നത്. ഏകദേശം 4 എണ്ണം പറഞ്ഞു. തുടർന്ന് നിങ്ങളത് വാച്ച് ചെയ്യണം. 21 ആക്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. 4 എണ്ണം നമ്മൾ പറഞ്ഞല്ലോ. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലും ദൈവകൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.